Aliens. റൊണാൾഡ് ആവോ കണ്ടില്ല. നോക്കിയാണ് എന്റെ ശരീരം നന്നാവാനായിട്ട് ഗിരിരാജ് എനിക്കൊരു ലേഖ്യം വാങ്ങിച്ചോണ്ട് തന്നില്ലായിരുന്നാ? ഒരല്പ പോലും ഇല്ല, മുഴുവൻ അവൻ എടുത്ത് തിന്ന്. ആര്? റൊണാൾഡ്. പിന്നെ അല്ലാതെ ആര്? ലേഖ്യോ? ആ എന്തിന്? എന്തിനാണെന്ന് വെച്ചാൽ അവനറിയാടുന്നത്. ഇവനെ കൊണ്ട് വലിയ പാടാണ്. കഷ്ടമാണ് ഇതൊക്കെ. എന്റെ അമ്മയെ കഴിഞ്ഞ ദിവസം 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു. എന്ത് മേടിച്ചാലും ഞാൻ 2 പാക്കറ്റ് മേടിക്കും ഇപ്പൊ. കാരണം ചെറുക്കന്റെ വായിലോട്ട് ഒന്നും പോലും ഇവനെടുത്ത് തിന്നുമല്ലോ. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാ കൊടുത്തടാ കൊച്ചിന് കൊടുക്കണേന്ന്. അവനോട് അവന്റെ ഇന്ന് അതും മേടിച്ച് കഴിച്ച് ബിസ്ക്കറ്റ് അവൻ കഴിച്ചതേ ഇല്ല. 2 അവൻ തിന്നു. 2 റൊണാൾഡോ. ഇതാണ് അവന്റെ സ്വഭാവം. എടാ റൊണാൾഡേ, വന്നേടാ. വരുന്നുണ്ടമ്മേ, വരുന്നുണ്ടമ്മേ. നീ അമ്മയുടെ ലേഖ്യം എടുത്ത് നിന്നോടാ. ലേഖ്യോ? എന്ത് ലേഖ്യ? എടാ ഗിരിരാജ് എനിക്ക് ശരീരം നന്നാവാൻ വാങ്ങിച്ചോണ്ട് ലേഖ്യം മുഴുവൻ നീ എടുത്ത് തിന്നില്ല. ഒരു ഇച്ചിരി ബാക്കി വെച്ചിരുന്നില്ലല്ലോ അതില്. അയ്യോ അവനറിയില്ല. നീ തക്കുടിന്റെ ബിസ്ക്കറ്റ് മുഴുവൻ എടുത്ത് തിന്നില്ലേ? മുഴുവൻ എടുത്തു തിന്നു. ഞങ്ങള് ഓരോ കാര്യം പറഞ്ഞിരുന്നപ്പോ ഓരോന്ന് ഞങ്ങൾ രണ്ടുപേരും അതങ്ങനെ ഓരോന്ന് രണ്ടുപേരും ഒരേപോലെ കഴിക്കണം. അവൻ ഒന്നും കഴിച്ചില്ല എന്ന് അവൻ പറഞ്ഞല്ലോ. ഒന്നും കഴിച്ചില്ലെന്ന് പറഞ്ഞു. നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കണം. ഈ നിൽക്കുന്ന താങ്കളുടെ മകളായ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു അവരുടെ കൊച്ചിന് ഒഴിവ് സമയങ്ങളിൽ കഥ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞോ. അപ്പൊ ഞാൻ എനിക്കറിയാവുന്ന ഒരു അപ്പം ഭാഗം വെക്കുന്ന ഒരു കഥ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. നമ്മൾ വലിയവരുടെ അടുത്ത് പറയുന്നതല്ല, കൊച്ചു പിള്ളേരുടെ കഥ പറയുമ്പം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് പറയണം. അപ്പം എന്ത് ചെയ്യണം? അത് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ അപ്പമായിട്ട് കഴിച്ച് ഒരു പ്രാക്ടിക്കൽ വർക്കിലൂടെ കഥ പറഞ്ഞു ഒരു ബിസ്ക്കറ്റ് തീർന്നു. എന്റെ അമ്മേ, ഇവൻ വല്ല സിംഹം മാനിനെ പിടിച്ച് തിന്നണ കഥ പറയാഞ്ഞു കൊടുക്കാൻ നന്നായി. ഇവൻ കൊച്ചിനെ പിടിച്ച് തിന്നേനെ. കൊച്ചിനെ സൂക്ഷിച്ചോളാം. കൊച്ചിനെ പിടിച്ച് തിന്നേനെ. അല്ലാതെ എടാ നീ ഇത് ലേഹ്യം എടുത്തെങ്കിൽ പറ, അല്ലെങ്കിൽ വേറെ മേടിച്ചു കൊടുക്ക്. അമ്മ ഏത് ലേഹ്യം? ഞാൻ അങ്ങനെ ലേഹ്യം കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഏത് മനസ്സിലാവുന്നില്ലത്? ലില്ലി പറഞ്ഞല്ലോ നീ എടുത്തോണ്ട് പോയെന്ന്. ഗിരിരാജ് എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നല്ലേ. അയ്യോടിയേ, അത് ലേഹ്യമായിരുന്നോ? ചേട്ടത്ത് കേട്ടോടോ. ഞാൻ വിചാരിച്ച് ചക്കര വരട്ടി കുറുക്കി വെച്ചേക്കാന്ന് പറഞ്ഞാണ് എടുത്ത് കഴിച്ചത്. അത് ലേഹ്യമായിരുന്നു. എന്തൊരു ചവർപ്പ്! എങ്ങനെ കഴിച്ചിറക്കുന്നത്? എന്തായാലും നീ മൊത്തം കഴിച്ചിറക്കിയല്ലോ ചവർപ്പെങ്കിലും. കഴിച്ചിറക്കി കഴിഞ്ഞപ്പോഴല്ലേ ചവർപ്പ് മനസ്സിലായത്. എന്തോന്ന് ഇത് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്തിനാ ഇത് കാണുന്ന ഭാഗത്ത് വെക്കണത്? ഇവന്റെ സ്വഭാവം അറിയാൻ പാടില്ലേ? അതാണല്ലോ. ഇപ്പൊ ഈ അടുത്തിടായിട്ട് ഇവിടെ സ്വർണം പോയാലും എന്തോ പൈസ കളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തോ പോയാലും ആഹാരം തീർന്നാലും ഞാനാണല്ലോ എടുത്തത്. ഞാൻ പറഞ്ഞത് എന്റെ പൊന്ന എന്റെ രസായനം അവിടെ ഇരിക്കുന്നത്. രസായനം തീർന്നു. ഇനി ഒരു കാര്യത്തിലാണ് ഇങ്ങോട്ട് വിളിച്ചത്. ഉച്ചയൂണിലല്ലാതെ അടുക്കള ഭാഗത്ത് ഞാൻ വരത്തില്ല. എല്ലാവർക്കും കുറ്റം പറഞ്ഞാൽ മാത്രം. ഇങ്ങോട്ട് പോയതായിരിക്കും. ഞാൻ പോയി നോക്കട്ടെ. റൊണാൾഡേ, ഇവണന് പറ്റ് കുറെ ആയി കേട്ടാ. കുറെ ആയി. എല്ലാം കൊടുക്കണം, ഉടനെ കൊടുക്കണം. പിന്നെ പട്ടാളം നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ്? സുഖം. ഞാനൊന്നും കാണാൻ. ഹലോ, ഞാൻ കാണാതിരിക്കുകയായിരുന്നു. വേറെ കേസ്. എൻ്റെ കുറേ നമ്മുടെ കൂടെ പഠിച്ച പഴയ പൂർവ്വ വിദ്യാർത്ഥികൾ, നമ്മളെ സുഹൃത്തുക്കളെല്ലാം കുറച്ച് ഗൾഫുകാരും അമേരിക്കക്കാരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ അടുത്ത മാസം ഒരു ചെറിയ ഒത്തുകൂടലുണ്ട്. അപ്പം അന്നത്തേക്ക് നമുക്ക് ആ മാസത്തെ കോട്ട കുപ്പി എനിക്ക് തരണം. നിങ്ങളുടെ കൂട്ടുകാരുടെ വരവ് 2 മാസം കഴിഞ്ഞാക്കാൻ പറ്റുമോ? 2 മാസം കഴിഞ്ഞാൽ അത് ഓൾറെഡി 2 മാസത്തെ കോട്ട ഓൾറെഡി ബുക്ക് കഴിഞ്ഞ് പൈസയും വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് കിട്ടാൻ വഴിയില്ല. ഇല്ല, 2 മാസം കഴിഞ്ഞാണെങ്കിൽ നോക്കാം. ശരി, എന്നാൽ പിന്നെ ഞാൻ വേറെ ആരെയും ഇട്ട് നോക്കട്ടെ. ശരി, സന്തോഷം. എൻ്റെ കർത്താവെ, നാട്ടിലെ കുടിയന്മാരെ കൊണ്ട് ലീവറയിലത് കുടിക്കുന്ന പോരാണ്ട് ഇനി പട്ടാളക്കാരെ കുപ്പിയും വിടൂലെന്നേ. നമ്മളെപ്പോൾ വല്ലപ്പോഴും 2 അടിക്കുന്നത് വെച്ചാൽ സമ്മതിക്കും. ശരി സാറേ, ഞാനത് ഞാൻ പറയാം സാറേ, അത് സംസാരിക്കാം. അത് വേണ്ട തീരുമാനം എടുക്കാം നമുക്ക്. ഓക്കെ, താങ്ക്സ് സാർ. അത് സാറേ, നിനക്ക് ഫുൾ സാറന്മാരാണല്ലോ. ആളെയാ, ഇത് നമ്മുടെ വില്ലേജ് ഓഫീസർ പുരുഷോത്തമ സാറാണ് വിളിച്ചത്. പുരുഷോത്തമ സാറാ? എൻ്റെ കൊട്ടേഷൻ കിട്ടിയ ഉദയമല്ലോ. ആളെയാ കൊട്ടേഷൻ ഒന്നും അല്ല, ഈ റൊണാൾഡോ എന്തോന്ന് ഭാവിച്ചാണ് അവനെന്ത് അങ്ങനെ വല്ല ഉപദ്രവിച്ചാ? എന്താണ് കാര്യം പറയണേ? ആളെയാ, മറ്റേ സൈക്കിൾ ചെയിൻ സാബു ഇല്ലേ, ഗുണ്ട, ആ ഗുണ്ട ഈ റൊണാൾഡോ ഇപ്പം മച്ചാ കമ്പനിയാണ്. 24 മണിക്കൂറും സാബു ഇപ്പം അവൻ്റെ വർക്ക്ഷോപ്പിലാണ്. ഈ ചെറുക്കണിക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഈ ആവശ്യമില്ലാത്ത അലന്ന കമ്പനികൾ. ഒന്നാമത് കുഞ്ഞമ്മച്ചി അവനെ നന്നാക്കാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ട് നിർത്തിക്കണത്. കുഞ്ഞമ്മച്ചി എങ്ങാനും അറിഞ്ഞോ? ഈ ചെറുക്കന് പറഞ്ഞു. എൻ്റെ അളിയ, അവനാണെങ്കിൽ മേലും കീഴും ഇല്ലാതെ നടക്കുന്നവനാണ്. എല്ലാ ദിവസവും കോടതി കയറി ഇറങ്ങുന്നവനാണ്. ഇവൻ ചെന്ന് ഏതെങ്കിലും കേസിൽ പെട്ടുപോയാലുള്ള അവസ്ഥ അറിയാമോ? ഇവൻ അവസാനം ഒറ്റപ്പെട്ടു.
പിന്നെ കുടുംബത്തിൽ നാറും, നമ്മുടെ സ്റ്റാറ്റസ്, പാർട്ടി എല്ലാവരും നാറും. അല്ലെ ഒരു കാര്യം ചെയ്യും, ഒന്നിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഇല്ലെങ്കിൽ അവനെ പറഞ്ഞ് കുടങ്ങാവിളക്ക് വിടും. ഇതിലേതെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് ചെയ്യും. ഇതേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ആ കുഞ്ഞമ്മച്ചിക്ക് വാക്കുകൊടുത്ത് ഇവിടെ കൊണ്ട് നിർത്തി അവനെ നന്നാക്കിക്കൊള്ളാം. ഓ, ഇതിപ്പം ആകെ നമുക്ക് തലവേദനയാവും. ഇപ്പൊ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അവനെ- നല്ല കമ്പനിയിലാണ് ചെന്ന് ചാടി കൊടുത്തത്. ഞാനേ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. റൊണാൾഡേ, എന്തോ 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 നിന്റെ പോക്ക് തീരെ ശരിയല്ല. വരയ്ക്ക് വെളിയിലാണ്. നിന്റെ സഹവാസം അത്ര നല്ലതല്ലെന്നാണ് എനിക്ക് പറയാൻ കഴിഞ്ഞത്. സത്യം അച്ചമ്മ, ഞാനത് അച്ചമ്മയെ കണ്ട് പറയാതിരിക്കാണ്. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കുറ്റം പറയുന്നത് തങ്കച്ചേട്ടത്തി. എന്നെ എല്ലാ കാര്യങ്ങളും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മേലയിൽ അമ്മ. ഇവർ രണ്ടുപേരായിട്ടുള്ള സഹവാസം മാറാൻ ഞാൻ റെഡിയാവും തോന്നുന്നില്ല. നിന്റെ തല അല്ലേ? എന്താണ് എനിക്ക് അമ്മയ്ക്കും കുഴപ്പം? നല്ലതാ. എന്താ കുഴപ്പം? അയ്യോടാ ക്ലീറ്റോ, അമ്മയുടെ ലേഹ്യം മുഴുവൻ എടുത്ത് തിന്നേക്കുന്നു. അത് ചോദിച്ചുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ കൊള്ളില്ലാത്തതായത് അല്ലേ? അത് ലേഹ്യല്ലേ, അത് വിഷമൊന്നുമില്ല. ഏയ്, എന്താണ് നിന്റെ ഉദ്ദേശം? ഒന്നുമില്ല, ഇവിടെ ജോലി ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ. ആ ജോലി ചെയ്യും കുറെ. അല്ല, നീ എന്താ ഗുണ്ടാ പരിപാടി വല്ലതും തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ടോ? കുണ്ടാ പരിപാടിയാ? നിനക്ക് ഗുണ്ടകളുമായിട്ട് എന്താണ് ബന്ധമെന്ന്? എന്താ ക്ലീറ്റോ? പച്ചമ്മ എന്ത് പറഞ്ഞു? ഞാനും ഗുണ്ടകളുമായിട്ട് ഒരു ഗുണ്ട നല്ല ഗുണ്ട. ഉരുണ്ട് കളിക്കല്ലേ. ഇത് പറഞ്ഞു. ആരോ അല്ല പറഞ്ഞത്, അൻസാർ പറഞ്ഞു, വേറെ 2-3 പേര് പറഞ്ഞു. ഒരു സൈക്കിൾ ചെയിൻ സാബു എന്ന് പറഞ്ഞൊരു ഗുണ്ട അവന്റെ വർഷാപ്പിൽ കിടന്ന് കറങ്ങുന്നുണ്ട് 4-5 ദിവസമായിട്ട്. എന്താണ് കാര്യം? അവൻ മാത്രമല്ല വേറെ ഉണ്ടെന്നാണ് അറിവ്. വേറെ എന്തോ മറ്റേ സാമണ്ണ വന്നത് വണ്ടി ശരിയാക്കിയാ. ഞാൻ വണ്ടി ശരിയാക്കി കൊടുത്തു, പൈസ മേടിച്ചു, അങ്ങനെ വാട്ടിന് പോയി. കള്ളം, പച്ചക്കള്ളം. എടാ ഇന്നലെ നീ പറഞ്ഞില്ലേ ഒരാഴ്ചയായി വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും പണി വന്നിട്ട് ചെതലരിച്ചിരിക്കുവാന്ന് പറഞ്ഞില്ലേ? ഈ പണിയുണ്ടെങ്കിൽ നീ അത് പറയൂലായിരുന്നു? എന്റെ തങ്കമ്മ സൂപ്രണ്ട് ചെയ്ത് 1 മാസം മുമ്പുള്ള കഥയാ പറയുന്നത്. ഇപ്പൊ ആരാണ്ട് കുത്തി ഇളക്കി വിട്ടോണ്ട് വന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഒരു മറ്റേ പോലീസുകാരനുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് നീ ഗുണ്ടായുസത്തിനൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരിഞ്ഞു പോലും നോക്കൂല. നീ പ്രതീക്ഷിക്കണ്ട എന്നെ കേട്ടാ. കാര്യം കണ്ടു കഴിയുമ്പോ അങ്ങനെ തന്നെ തെമ്മാടിത്തരൊന്നും കുട്ടിക്ക് എന്നെ കിട്ടൂല. ഞാൻ എന്താ തെമ്മാടിത്തരം കാണിച്ചെന്നാ പറയുന്നത്? വല്ല വർഷോപ്പിൽ വണ്ടി കൊണ്ടുവരും, വണ്ടി പണിഞ്ഞു കൊടുക്കണ്ടായോ? പയറ് പോലെ വർത്താനം വരുന്നുണ്ടല്ലോ, പയറ് പോലെ. ഭർത്താവിന് മുമ്പ് ഭയങ്കര ഷോപ്പാല് എന്നെ കുറ്റം അല്ല പിന്നെ ശരിക്കും നീ ആരാ? ഞാൻ ക്ലീറ്റസ് മത്തായിയുടെ അനിയൻ, കുടങ്ങാനുള്ള കുഞ്ഞമ്മച്ചിയുടെ മോൻ റൊണാൾഡ്. ആണോ? എന്താ അങ്ങനെ ചോദ്യം? നീ ശരിക്കും ഗുണ്ടാപ്പണിക്ക് പോകുന്നുണ്ടോ? തങ്കച്ചേട്ടത്തി അയാളുടെ ബൈക്കിനകത്ത് ഈ പണിക്കൊക്കെ പോകുമ്പോൾ, കൊട്ടേഷൻ പണിക്ക് പോകുമ്പോൾ ടൂൾസും കത്തിയൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് ബോക്സ് പണിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പണിഞ്ഞു കൊടുത്തു. അയാൾ പൈസ തന്നു. അയാളുടെ പാട്ടിന് അത്ര ഞാൻ ചെയ്തുള്ളൂ. നിന്നോട് ആരാടാ പറഞ്ഞു ഇതൊക്കെ പണിത് കൊടുക്കാൻ? ക്ലീറ്റോ, ദേ ഇവൻ എന്തൊക്കെയാ പണിത് കൊടുക്കുന്നത്. എന്ത് പണിഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു? ഇവിടെ പോലീസ് പിടിച്ച നിന്റെ പേര് പറയൂല. കിടക്കുന്നു പോലീസ് ഇതിന്റെ പേര് തിരക്കി പറഞ്ഞു. ഞാൻ ന്യൂക്ലിയർ ബോംബ് വല്ലതും ഉണ്ടാക്കി കൊടുത്തേ. ഒരു ഇരുമ്പ് ബോക്സ്, അത്രേ ഉള്ളൂ. ഒരു കുന്തോ അറിയത്തില്ല. എന്തോ അറിയത്തില്ല എന്നല്ല, ഒരു പോലീസുകാരന്റെ പെങ്ങളാ. ഒരു അന്വേഷണം വരുമ്പോ ഏതൊക്കെ വഴി വരൂ എന്നുള്ളത് എനിക്കറിയാം. ഒരു രാഷ്ട്രീയ കുലപതിയുടെ ഭാര്യയാണ് ഞാൻ. അത് നിനക്കറിയില്ല. നിന്റെ രക്തത്തിൽ അതില്ല. അനുഭവിക്കുമ്പോ പഠിച്ചോ? ആരെയും ഭർത്താവ് 24 മണിക്കൂർ കുറ്റം 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 എല്ലാം ഞാൻ കേൾക്കണം. സകല പണി ചെയ്യണം. ചോടിച്ച വേണ്ട. ചോറിനാൻ വിളിക്കും, കാണിച്ചു തരാം. തിരിഞ്ഞു നോക്കത്തില്ല എടുക്കുന്നത്. കുറച്ചേരം മിണ്ടായിരിക്കും. സാരല്ല, പോട്ടെ. കുറച്ച് ലേഹ്യമില്ല, ഞാൻ വേറെ മേടിച്ചോണ്ട് വരാൻ. തീർന്നല്ലോ പ്രശ്നം. അതല്ല അതിന്റെ ശരി. ഈ വീട്ടിലുള്ള ഇത്രയും ആഹാരം കഴിച്ചിട്ട് നിന്നെ ലേഹ്യം കൂടെ തിന്നാലേ അവന് സമാധാനം വരും. ഒരു വല്ലാത്ത കഷ്ടമാണ് കേട്ടാ. എന്റെ അമ്മേ, അച്ചാച്ചൻ അത് അറിഞ്ഞില്ല ലേഹ്യമാണെന്ന്. ശർക്കര വരട്ടിയാണെന്ന് വിചാരിച്ച് അങ്ങനെ കഴിച്ചു പോയതാ. പിന്നെ ഉള്ള കുഞ്ഞല്ലി അവന് ലേഹ്യം കണ്ടറിയാൻ നമുക്കൊന്നും ക്ഷമിക്കാൻ പറ്റത്തില്ലേ? ഇത് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ അമ്മയോട് പറയത്തില്ലായിരുന്നു അച്ചാച്ചൻ എടുത്ത കാര്യം. ശരി, പറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എടേ, ഒരു കാര്യം അറിഞ്ഞോ? നമ്മുടെ റൊണാൾഡില്ലേ, റൊണാൾഡിന് ഗുണ്ടകളായിട്ട് അടുപ്പുണ്ടെന്ന് പറഞ്ഞത് ക്ലീറ്റോയാ. എന്റെ ചേച്ചി, രാവിലെ തന്നെ നിങ്ങൾ എല്ലാം കൂടെ ആ പാവത്തിന്റെ മുഖത്തോട്ട് കയറുവാണ്. അയ്യോ പാവം. ഞങ്ങള് മാത്രമല്ല, നിന്റെ അറിയാതെ പറയല്ലേ. എല്ലാം അറയൊക്കെ ഉണ്ടാക്കി കൊടുത്തുന്ന്. അറ ആയുധം വെക്കാൻ അവൻ എന്നോട് പറഞ്ഞല്ലോ.
ആരായിട്ട് നീ പറഞ്ഞത്? എനിക്കറിയാൻ പാടില്ല, അതൊന്നും എനിക്കറിയാൻ പാടില്ല. ക്ലീറ്റ വന്ന് പറഞ്ഞു അവനെന്തോ ഗുണ്ടകളൊക്കെ ആയിട്ട് അവരുടെ വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഇരിപ്പൊക്കെയാണ്. ആർക്കറിയണ്ട എന്താ എന്താ സൈക്കിൾ സാബുവാ? അത് തന്നെ, സൈക്കിൾ സാബു, അത് തന്നെ. സൈക്കിൾ സാബു. നന്നായിട്ട് അറിഞ്ഞിട്ട് വാ, ചെല്ല് പോ പോ. അല്ലടി, നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നത്? അതെന്റെ അച്ചാച്ചനായതുകൊണ്ട്. നിന്റെ അച്ഛൻ കാണിക്കണത് തരവഴി തരമല്ലേ? ഞാനൊരു കാര്യം വേണ്ടി, സൈക്കിൾ സാബു എന്ന് പറഞ്ഞ ആള് കുറച്ച് പ്രശ്നക്കാരനാണ്. ആ പക്ഷെ വേറൊരു കേസുണ്ട്. സൈക്കിൾ സാബു ഇവരൊന്നും അടുപ്പിക്കില്ലടി. ഈ കാണുന്ന സൈസൊക്കെ ഇല്ലല്ലോ, ഒരു പാവത്താനാണ്. ഇവനെ അടുപ്പിക്കണ്ടായിരുന്നു അവർക്കില്ല. അങ്ങനെ വരാൻ വഴിയില്ല. സൂക്ഷിക്കണം. എന്തോ ഉണ്ട്, അല്ലാതെ ക്ലീറ്റ അങ്ങനെ പിടിച്ചു നിർത്തി ചോദിക്കൂലല്ലോ. എന്നോടും പറഞ്ഞു അറയുണ്ടാക്കി കൊടുത്തെന്ന്. അവന് പക്ഷെ ഒരു കുലുക്കവും ഇല്ല റൊണാൾഡിന്. ഒരു കുലുക്കം ഒരു കുലുക്കം അങ്ങനത്തെ അടുത്ത് പോന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെയാണ് അവൻ സംസാരിച്ചത്. നീ ഒന്ന് ഉപദേശിച്ചേക്ക, ഒന്ന് വരട്ടേക്ക്. നീ പറഞ്ഞാ കേക്കും. എന്തിനടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കടേ? ഞാൻ ഇത് വെട്ടണ. അല്ല പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, മേലെ എന്റെ ലേഹ്യം തൊട്ട് പോരുന്ന നീ ഒന്ന് പറഞ്ഞു വരട്ടിയാരാ? ഇത് കഴിഞ്ഞില്ലേ ഇതുവരെ? അത് ഇതുവരെ വിട്ടിട്ടില്ല. എന്റെ എന്തോ നേരം പോക്കിന് ഞാൻ പറഞ്ഞു. ലേഹ്യം കൂടെ വാരി തിന്നിട്ട് എലി കരണ്ടി കണക്ക് വാരി വെച്ചിരിക്കുന്നത്. കഷ്ടമല്ലേ അതൊക്കെ? അതെ അതെ ബാബു, ആ നിൽക്കുന്ന സ്ഥലമില്ലേ, ആ താഴോട്ടുള്ള പൊളിഞ്ഞ അത് തന്നെ, താഴോട്ടിറങ്ങി പോര്. ഞാൻ അവിടെ പോണ്ട്. പോര് പോര്. ഞാൻ കണ്ടുണ്ട്. ആരടാ? ബാബു, ഇതൊരു കൂട്ടുകാരൻ. ഏത് ബാബു? എൻ്റെ കൂട്ടുകാർ എത്ര ബാബു ഉള്ളവരെ എനിക്കറിയാം. വേറെ ആവശ്യമില്ല. ബാബു സാബു ബാബുല്ല, ബാബു. ഒറ്റ മിനിറ്റ്, ഞാൻ താവരുത് അവിടേക്ക്. ഒന്ന് മാറുമോ? പിന്നെ ഒന്നും പിടിക്കില്ല. എവിടെ പോണു? ഞാൻ പുറത്തു വരാം. പുറത്തു വരെ പോന്നു. പേരില്ലേ സ്ഥലത്തിന്? ആരേച്ചിയത്? ആ ബാബുന്ന്. ബാബുന്ന് കണ്ടിട്ട് പേടിയാണല്ലേ. കനകനെന്തേ? ഏട്ടാ അവിടെ ഉണ്ട്. ഇങ്ങൊന്നേ വന്ന് ഇങ്ങൊന്നേ. ഇപ്പൊ ക്ലീറ്റ പറഞ്ഞത് എന്തായി? ഞാൻ പറഞ്ഞപ്പോ നീ എന്നൊക്കെ പറഞ്ഞില്ലേ? ദേ ഒരാളുമായിട്ട് അവനങ്ങ് പോയി. കണ്ടാ പേടിയാവും. റൊണാൾഡോ അച്ചാച്ചനെ ഇപ്പൊ ഒരാളുടെ കൂടെ പോയേ, കണ്ടിട്ട് പേടിയാവുന്ന ഒരു ഗുണ്ടേനെ പോലെ ഇരിക്കുന്നു. എന്റെ പൊന്നെ, എന്തേലും കുഴപ്പത്തിൽ പോയി ചാടും. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ സൈക്കിൾ ചെയിൻ സാബു ആണ്. ഞാൻ അന്വേഷിച്ചു, അവൻ അകത്താ, അവൻ ഇറങ്ങിയിട്ടില്ല വെളിയില്. സാബു എന്നല്ല, ഇത് ബാബു എന്ന് ഒറ്റ പറഞ്ഞേ. ബാബു ഇറങ്ങി വാന്നാ പറഞ്ഞു. പോവാ ഞാൻ കേട്ടു. ആണോ? ബാബു ബാബു ആണെങ്കിൽ മറ്റേ ബുൾഡോസർ ബാബു ആയിരിക്കും. അങ്ങനെ ആളുണ്ടോ? 4 കൊലക്കേസിലെ പ്രതിയാണ്. അവനെ പിടിച്ചെടുത്ത 50,000 രൂപ കിട്ടും. അവൻ വരാൻ സാധ്യതയില്ല. ആണോ? ആയിരിക്കും. ഇനി ഇയാളെ പിടിച്ചു കൊടുത്തിട്ട് 50,000 രൂപ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വാങ്ങിക്കാൻ പോയതാണ് അച്ചാച്ചൻ. അതെ, അവര് സ്നേഹത്തില് ഫോണിൽ വിളിച്ചു തോളത്ത് കൈ ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാ. എനിക്കറിയാൻ പാടില്ല എന്തൊക്കെ കുഴപ്പമാന്ന്. എന്തിനായിരിക്കും അല്ലേ? അയാളുടെ ലുക്ക് കണ്ടായിരുന്നു ചേച്ചി. കൊടും ഭീകരണം. എവിടെയോ ഒരു പെട്ടിന്ന് തോന്നുന്നു. ഇവിടെ നെറ്റിയില് വെട്ടിയതായിരിക്കും ആരെങ്കിലും. ഈ റൊണാൾഡിന് ഇത് എന്തിന്റെ സൂക്കേടാന്നാ ഞാൻ ആലോചിക്കണേ. മേലാണെങ്കിൽ പണിയെടുത്താൽ പോരെ, ഈ ഗുണ്ടകളുടെ കൂടെ നടക്കേണ്ട കാര്യമുണ്ടോ? അയാൾ എവിടെയോ ഒരു കൊട്ടേഷൻ പിടിച്ചിട്ടുണ്ട്. അതിന്റെ എന്തോ വിഹിതം റൊണാൾഡോ അച്ചാച്ചന് കിട്ടും. അതിനാണ് പോയത്. ഇപ്പൊ ഇവിടെ ആര് തടഞ്ഞിട്ടും കാര്യമില്ല. നിനക്ക് നിന്റെ അച്ചാച്ചനെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവളെ വിളിച്ചു പറ, റോസ്മേരിനെ. ഇവനെ തളയ്ക്കാൻ റോസ്മേരിക്കേ പറ്റുള്ളൂ. ഞാൻ വിളിച്ചു പറയും. ആരോ വന്നിട്ടുണ്ടല്ലോ. ഒറ്റയ്ക്ക് തിരിച്ചു വന്നേക്കുന്നു. റൊണാൾഡിനെ തട്ടിയിട്ടുണ്ടാവും.
അവനെ തട്ടാനോ? അവനെ തട്ടാതെ നോക്കിയാൽ മതി. എന്തായിരുന്നു അല്ല റൊണാൾഡ് റൊണാൾഡോ നിങ്ങളുടെ കൂടെ ഒരുമിച്ചല്ലേ അങ്ങോട്ട് വന്നേ? അല്ല ഞാൻ വേറെ എവിടേക്ക് പോയി. റൊണാൾഡ് ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇല്ല ഏട്ടാ. ചേട്ടൻ്റെ അതിൽ ആ കയറ്റത്തിൽ നിന്നാൽ മതി. അപ്പോൾ വരുമ്പോൾ കാണാൻ പറ്റുമല്ലോ. അങ്ങോട്ട് ചെന്നാൽ മതി. ശരി. അല്ല കുടിക്കാൻ ഗ്ലാസ് വെള്ളം കിട്ടും? ഇവിടെ 2 ദിവസമായിട്ട് കുടിവെള്ളം ഇല്ല. സത്യമായിട്ടും ഇല്ല. ശരി എങ്കിൽ ഞാൻ റോട്ടിൽ നിൽക്കാം. ആ ഇതവിടെ നിന്ന് വേഗം കനകനെ വിളിക്കും. എന്തിനു? ബുൾഡോസർ ബാബു വന്നിട്ടുണ്ട്, ഇപ്പൊ വന്നാ പിടിക്കാന്ന് പറ. 50,000 രൂപ കിട്ടും മോളെ. ഒന്ന് പോയി വെച്ച് അവിടെ ഇയാൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കായിരിക്കും പണി കിട്ടാൻ പോണത്. പോലീസുകാരോട് പറഞ്ഞ പോലീസുകാർ ഇപ്പൊ പറയുവാണോ നമ്മൾ പറഞ്ഞു എന്നുള്ളത്? വിളിക്കണോ? വിളിക്ക് മോളെ. 50,000 രൂപ. വേണ്ട, ആ പൈസ കിട്ടിയാൽ അപ്പോഴേ എനിക്ക് എൻ്റെ ലേഖ്യം വാങ്ങിച്ചു നിൽക്കണം. കാര്യം ഞാൻ പറഞ്ഞില്ല. എന്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കാതെ ഒന്ന് വിളിക്കട്ടെ. ലില്ലി. ഹലോ ഹലോ. ആ ഏട്ടാ, പിന്നെ ആ ബുൾഡോസർ ബാബു ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആന്ന് പോയിട്ടില്ല. അന്ന് ഇല്ല പോയിട്ടില്ല. റൊണാൾഡോ അച്ഛനെ അന്വേഷിച്ച് വന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ആ കയറ്റത്തിന്റെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ആ അവിടെ കൊണ്ട് ഇപ്പൊ വന്നാ പിടിക്കാം. ഇപ്പൊ വന്നാ പിടിക്കാം. വേഗം പോരെ. ആ ശരി വരാന്ന്. നമുക്ക് ഇച്ചിരി വെള്ളവും കൊടുത്ത് ഇവിടെ ഇരുത്തിയാൽ മതിയായിരുന്നു. വേണ്ട അവിടെ നിൽക്കട്ടെ. അതിന്റെ ഇടയ്ക്ക് ലേഹ്യം. ലേഖ്യം വേണ്ട. അതിന്റെ ഇടയ്ക്ക് ലേഹ്യം മേടിച്ചു കൊടുക്കണമെന്ന് പൈസ കിട്ടിയ. എന്റെ പൊന്നമ്മേ. ആകെ വയ്യ. ഇങ്ങോട്ട് വന്നിട്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോ. ഒന്ന് വന്നാർന്നെങ്കിൽ വിവരം അറിയായിരുന്നു. പേടിയാണല്ലേ? പേടിയുണ്ടോ എനിക്ക്? ഇല്ലല്ലോ. ഇപ്പൊ എന്തുവാണ്? എന്താ അമ്മ പേടിക്കൊന്നും വേണ്ട. കനകനൊക്കെ ഇപ്പൊ വരുമല്ലോ, എന്താന്നറിയാം. ആ അതെ വരുന്നുണ്ട്. ഓ എത്ര നേരം നോക്കിയിരിക്കണം. ഒന്ന് വരുവോ? എപ്പ വിളിച്ചു പറഞ്ഞതാ വരുവാന്ന്? എന്തായി? ഒട്ടും ശരിയായില്ല തങ്കച്ചേട്ടൻ. അതേ പറയുള്ളൂ. അത് പക്ഷെ ഞാനല്ല, ഇവളാ. അല്ല ഈ 50,000 രൂപ ആർക്കാ കിട്ടണ്ടേ? എനിക്ക് അത് പക്ഷെ ഞാനും കൂടി പറഞ്ഞായിരുന്നു വിളിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞിട്ടാണ് അവള് വിളിച്ചത്. എന്റെ ലേഖ്യത്തിന്റെ മറക്കല്ലേ. അമ്മ ഒരു പൊടിക്ക് അടങ്ങമ്മ, പൈസ മേടിക്കട്ടെ. എന്താ അവനെ പിടിച്ചാടാ? പിന്നെ അവൻ അപ്പൊ തന്നെ പൊക്കിയല്ലോ. ഇടിച്ചവന്റെ ഊപ്പാടൊരുത്തി. ആണാ? അപ്പൊ എന്റെ പൈസ എടി അയാൾ ബുൾഡോസർ ബാബു എന്നല്ലെന്ന്. അല്ലേ? പിന്നെ അല്ല വന്ന പോലീസുകാർക്ക് ബുൾഡോസർ ബാബുവിനെ അറിഞ്ഞൂടായിരുന്നു. അത് ബാബു എന്ന് പറഞ്ഞ എടുത്തോണ്ട് പോയി. പോണ വഴിക്ക് ഇടിച്ച് പിരിച്ചളന്നില്ലേ? വല്യമ്മളെ കൊടങ്ങാവളെ വടക്കന്തല സ്കൂളിൽ പഠിപ്പിച്ച അന്നമ്മ ടീച്ചറിനെ എനിക്ക് അറിയത്തില്ല. എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആ അന്നമ്മ ടീച്ചറെ കൊച്ചുമോൾക്ക് കിഡ്നി ദാനം ചെയ്യാൻ വേണ്ടിട്ട് അവിടുന്ന് വന്നാളാ. രാവിലെ ചെക്കപ്പിന് കൊണ്ടുവിട്ടിട്ട് വൈകിട്ട് ഞാൻ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞതിന്റെ പേര് എന്നെ തിരക്കി വന്നതാ. അയാളാന്ന് ഒരാളെ മുഖത്ത് ഇച്ചി പോന്ന് പോലും പറയാൻ പറ്റാത്ത ഒരാൾ. ഈ ചേച്ചിയാണോ ചേച്ചാ പറഞ്ഞത്? അല്ല അയാളെ കണ്ടാലും ഒരു കൊലപാതകിന്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അല്ല ചൊല്ലുണ്ട്, നെവർ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. എന്തോന്ന് ഒരു പുസ്തകത്തെ മനസ്സിലാക്കുന്നതിന്റെ കവർ പേജ് കണ്ടിട്ടല്ല ഒരാളെ കണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്? പൊക്കവും തടിയും മുഖത്ത് പാടെ കൊണ്ടുവന്ന് അയാൾ കൊള്ളക്കാരനും കള്ളനും ഒക്കെ ആയി മാറുമോ? ഒരു മര്യാദ വേണ്ട കാണിക്കുന്നതിനൊക്കെ. ഒരു പാവപ്പെട്ട അവിടെ ആശുപത്രി കിടക്ക വെള്ളമിറങ്ങാതെ. ഇനിയിപ്പോ ആ സർജറി എങ്ങനെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചു വെക്കുന്നത്. ആ പാവം ഒരുത്തിരി വെള്ളം ചോദിച്ചിട്ട് കൊടുത്തത് പോലും ഇല്ലല്ലോ. ഇപ്പൊ ലേഹ്യം വേണോന്ന് പറഞ്ഞിട്ട് നാക്ക് വായിലോട്ട് ഇട്ടിട്ടില്ല. ഉണ്ടാതിരുന്നോ? എല്ലാരും കുറ്റക്കാരാ. ആ ഉള്ള നാക്കുകൊണ്ട് രണ്ടുപേരും മേലോട്ട് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചു ആ പാവത്തിനൊന്നും വരുത്തല്ലേ. ആളെ കിഡ്നി കൊടുക്കേണ്ട ആളെ ഇടിയുണ്ട് അവിടെ കിടക്കുന്നത്. Aliens